ഇന്ന് രാവിലെ എണീറ്റ് കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് വന്നപ്പോൾ എനിക്ക് വെറുതെ തോന്നിയായിരുന്നു ഇന്നത്തെ ഡേ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാനേ. അങ്ങനെ ഞാൻ അകത്ത് കയറിയിട്ട് ഫസ്റ്റത്തെ പണി എനിക്ക് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. കുറച്ച് ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം അകത്തിരിക്കുന്ന ചെടിയായാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. പിന്നെ മോൾക്ക് ഇന്ന് അവർക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് ഇന്ന് അവധിയായി, ഇന്ന് എക്സാം ഇല്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ചെടിയുള്ളതുകൊണ്ട് ആദ്യമേ തന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. പിന്നെ എനിക്കിന്ന് ചോറ് മാത്രം വെച്ചാൽ മതി. ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസം അങ്ങനെ രാവിലെ കുക്ക് ചെയ്യാൻ നിൽക്കാറില്ല, രാത്രി തന്നെ എല്ലാം ചെയ്തു വെക്കും. ഇന്നലെ രാത്രി ഞാൻ സാമ്പാറും തോരനും മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ രാവിലെ ദോശ, അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹസ്ബൻഡാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പുള്ളി രാവിലെ ദോശ ഉണ്ടാക്കിക്കോളും. അങ്ങനെ ഞാൻ ചോറ് വെക്കാനുള്ള ഇതിലാണ്. അപ്പം എനിക്കത് നല്ല റിലാക്സ് ആയിട്ടെല്ലാം ചെയ്താൽ മതി. രാവിലെ ഞാൻ ചില ദിവസം ബ്ലാക്ക് ടീ കുടിക്കും, അപ്പം അതുകൂടെ വെച്ചിട്ടുണ്ട്. ദോശയ്ക്കുള്ള സാമ്പാറൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഹസ്ബൻഡ് വന്നിട്ട് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്ക് ഈ കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ സൈഡിൽ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്യണേ. ഇങ്ങനെ ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് ഇടയ്ക്ക് കയ്യും പൊള്ളിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്നത്തെ എൻ്റെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കും. അത് കഴിഞ്ഞുള്ള മെയിൻ ടാസ്ക്കാണ് ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യുമെന്ന്. ചില ദിവസം എനിക്ക് ഓഫീസിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ എല്ലാം അയൺ ചെയ്തൊക്കെ വെക്കുവേ. ഇന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത് മോക്കൂടെ അവധി ആയതുകൊണ്ട് അവൾ പറയുന്നുണ്ട് അമ്മ പോവണ്ടെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വീക്കിലി ട്വൈസ് മാൻഡേറ്ററി ആണ്, പോയേ പറ്റൂ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇന്നലെ ഹെയർ വാഷ് ചെയ്തപ്പം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് ശരിക്കും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്നും വിചാരിക്കും കാറ് വാഷ് ചെയ്തിട്ട് എടുക്കണമെന്ന്. കുറേ നാളായി ഇപ്പോൾ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടൊക്കെ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. നല്ല വെയിലാണ്. പിന്നെ മെയിനായിട്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അധികം വർക്ക് കാണത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നേ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയതേ ഉള്ളൂ, എന്നിട്ട് തന്നെ നല്ല ചൂടാണ്. പിന്നെ ഇനി കുറച്ച് നേരം എ സിയിലിരിക്കാമല്ലോ. അങ്ങനെ ഓഫീസിലെത്തി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അന്നേരം കണ്ടതാണ്. രാവിലെ മുതലേ കുറേ നേരം കോളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഈ കോളൊക്കെ ഇങ്ങനെ കുറേ നേരം ആകുമ്പോൾ നമ്മൾ ടയേർഡ് ആകുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു 4 o'clock ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ചെറിയ സ്റ്റോറുണ്ട്. അവിടെ ഇങ്ങനെ നോട്ട്ബുക്സ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് 2 നോട്ട്ബുക്ക് മേടിക്കാനുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതുവേ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 നോട്ട്ബുക്കൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ കുറേ പോട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. കുറച്ച് വില കൂടുതലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നേ. അപ്പോൾ ഈ 4 മണിയൊക്കെ സമയമായതുകൊണ്ട് എൻ്റെ ഈ സൈഡിലായിട്ട് നല്ലോണം വെയിലടിക്കുന്നുണ്ടായിരുന്നേ. എ സി ഉണ്ടായിട്ട് പോലും നന്നായിട്ട് നമുക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ട്യൂസ്ഡേ ആയതുകൊണ്ട് ഞാൻ പുണ്യാളച്ചൻ്റെ പള്ളിയിൽ എല്ലാ ആഴ്ചയും പോകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടയേർഡായി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.